ഈ വീഡിയോയിൽ നമ്മൾ കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. നെതന്യാഹു തുറന്നുവിട്ട ഭൂതം, അതാണ് ഇപ്പം പ്രധാനപ്പെട്ട പ്രശ്നം. ഖത്തർ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഈജിപ്റ്റ് 2 കാർഗോ എയർക്രാഫ്റ്റ് ഈജിപ്തിൽ നിന്നും നേരെ സൊമാലിയയിലേക്ക് ഇപ്പം പോയി ഇറങ്ങിയിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ ഭടന്മാരെ അവിടെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈജിപ്റ്റ് കാണിക്കുന്ന ചെറിയ നാടകമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രശ്നം ഈജിപ്തിന് പരിഹരിക്കേണ്ടതുണ്ട്. അത് വേറെ ഒന്നുമല്ല, എത്യോപ്യയുമായിട്ടാണ്. കാരണം എത്യോപ്യ ഈ ഈജിപ്റ്റ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു നദിയുണ്ട്, നൈൽ റിവർ. അപ്പോൾ ഈ നൈൽ റിവർ ശരിക്കും പറഞ്ഞാൽ എത്യോപ്യയിൽ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എത്യോപ്യ ആണെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ നൈലിന് കുറുകെ ഡാം പണിതിട്ടുണ്ട്. ഈ ഡാം എല്ലാം തന്നെ പണിത് കൊടുത്തിരിക്കുന്നത് ചൈനയാണ്. ചൈനയുടെ പ്രോജക്റ്റുകളാണ് കംപ്ലീറ്റ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈജിപ്റ്റ് വളരെയധികം കൺസേൺഡ് ആണ് ഈ വിഷയത്തിൽ. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എത്യോപ്യക്ക് വേണമെങ്കിൽ നൈൽ റിവറിനെ കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്തോ അവർക്ക് വല്ലാത്ത രീതിയിൽ ഇതിനെ വഴിതിരിച്ച് വിടാനൊക്കെ സാധിക്കും. അപ്പം ആ സാഹചര്യത്തിൽ ശരിക്കും നൈൽ റിവർ എന്ന് പറഞ്ഞ അത്രമാത്രം വെള്ളം ഒഴുകുന്ന ഒരു റിവറാണ് ശരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ എത്യോപ്യക്ക് ഇതിനെ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് ഡിപ്ലോമാറ്റിക്കലി അതേപോലെ ജിയോ പൊളിറ്റിക്കലി വളരെ പ്രാധാന്യമുണ്ട് നൈൽ റിവറിന് കുറുകെ ഡാം പണിയുമ്പോഴത്തേക്കും. അപ്പം അതിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനും തികച്ചും എത്യോപ്യയുമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുമാണ് ഈജിപ്റ്റ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന രാജ്യങ്ങളും, അതായത് ലോകമെമ്പാടുമുള്ള ഒരു രാജ്യങ്ങൾ പോലും അംഗീകരിക്കാത്ത അവസ്ഥയിൽ സൊമാലിലാൻഡിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് നെതന്യാഹു പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം, അതാണ് ഇപ്പം ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിഷയം. അറബ് രാജ്യങ്ങളിൽ പലതും ഇപ്പൊ ഇതിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. ഇസ്രായേലിന്റെ നിലപാടല്ല ഞങ്ങളുടേത് എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ നിലപാടിനെ പറയേണ്ട ആവശ്യമില്ല. ഇസ്രായേലിന് ഇസ്രായേലിൻ്റെതായിട്ടുള്ള നിലപാടെടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ അങ്ങനെ എടുത്തത്. ഇനിയിപ്പോ ഇതിനകത്ത് മറ്റുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ റീജിയനിൽ ഒരിക്കലും ഇസ്രായേലിനെ കടത്തിവിടരുത് എന്നുള്ളതാണ് ഇപ്പൊ അറബ് രാജ്യങ്ങൾ കച്ചകെട്ടി നിൽക്കുന്നത്. ആഫ്രിക്കയുടെ ഉള്ളിൽ ഇസ്രായേലിനെ കടത്തിവിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കും? അപ്പൊ ഇപ്പം നെതന്യാഹു പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഈ സൊമാലിലാൻഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യം, ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അപ്പൊ ഇതിന് എന്താണ് പരിഹാരം? ഇതിന് പരിഹാരം ഒന്നുമില്ല. സൊമാലിലാൻഡിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ച് മറ്റുള്ള രാജ്യങ്ങളെല്ലാവരും കൂടി അംഗീകരിച്ച് സൊമാലിലാൻഡിനെ മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂടി അംഗീകരിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നുള്ളത് അംഗീകരിക്കണം. അംഗീകരിച്ചു കഴിഞ്ഞാലല്ലേ ഇപ്പൊ ഇത് സാധിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ ഇസ്രായേൽ ആ ഗെയിമിൽ ഫസ്റ്റ് പോയിന്റ് നേടിയിരിക്കുകയാണ്. ഇനി ആര് പറഞ്ഞാലും സൊമാലിലാൻഡ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ പോകുന്നില്ല. കാരണം ദ ഫസ്റ്റ് കൺട്രി എവർ അക്സെപ്റ്റഡ് ദറ്റ് ലാൻഡ്, അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇപ്പം ഈജിപ്റ്റ് ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇപ്പം ഇതിനെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സൊമാലിയയിൽ നിന്നും സൊമാലിലാൻഡിനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു മാതൃകയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് സൊമാലിലാൻഡ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്? അപ്പം അടുത്ത ആഫ്രിക്കൻ കോർണറിൽ, അഥവാ മിഡിൽ ഈസ്റ്റ് എൻഡ് ആഫ്രിക്കൻ കോർണറിൽ അടുത്തൊരു ഇഷ്യൂ സ്റ്റാർട്ട് ആകുകയാണ്. അതാണ് ഇപ്പൊ നിലവിലെ സംഭവ വികാസം. അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറെ പ്രവൃത്തികൾ ഇസ്രായേലിന്റെ ഉള്ളിൽ നെതന്യാഹു ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും ഒരു കൺസെൻസസ് മീറ്റിംഗിന് വേണ്ടിയിട്ടാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ കുറെ ജിയോ പൊളിറ്റിക്സ് വാർത്തകൾ കവർ ചെയ്യേണ്ടിയിരുന്നത് കൊണ്ട് ആ വാർത്ത ഞാൻ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഒരു ടൈം ഗ്യാപ്പിനിടയിൽ ഞാൻ ആ വീഡിയോയും കൂടി ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം അത് വളരെ നിർണായകമായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഈ വീഡിയോയിൽ ഫർദർ ആയിട്ട് നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ ഒരു വൻ കോമഡി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് റഷ്യയുടെ അടുത്ത് ചോദിച്ചായിരുന്നല്ലോ, ക്രിസ്മസ് അവധി വേണം, യുദ്ധം നിർത്തുക, സീസ് ഫയർ, ന്യൂ ഇയർ അവധി വേണം. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്, ഒരു 10 ദിവസത്തെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്ത് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാം യുദ്ധത്തിന്റെ ഇടയിലും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊപ്പോസലാണ് വെച്ചിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് വ്ളാഡിമിർ പുടിൻ യൂറോപ്പ് ഇങ്ങനെ ഒരു വെക്കേഷനൊക്കെ ചോദിക്കുന്നെങ്കിൽ അതിന്റെ പുറകിലുള്ള താല്പര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പുടിനുണ്ട്. ഇവര് എന്തായാലും റഷ്യ യുദ്ധം നിർത്താൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയത്. ഏതാണ്ട് 500-ലധികം ഡ്രോൺ അറ്റാക്ക്, അതേപോലെ തന്നെ 40-ലധികം മിസൈൽസ് ഇൻക്ലൂഡിംഗ് കിൻസാൽ മിസൈൽസ് ഉൾപ്പെടെ അയച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ തകൃതിയായിട്ട് നടത്തിയിട്ടുണ്ട്. കീവ് ടാർഗറ്റ് ചെയ്താണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയത്. എന്നാലും കാഷ്വാലിറ്റീസിനെ കുറിച്ച് ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഉക്രൈന്റെ ഭാഗത്ത്. പക്ഷേ അതേസമയം റെസിഡൻഷ്യൽ ഏരിയകളിലൊക്കെ റഷ്യ അറ്റാക്ക് നടത്തി എന്നുള്ള ക്ലെയിം ഉക്രൈൻ ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഉക്രൈന്റെ പത്രങ്ങളിൽ വായിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ശരിക്കുമുള്ള അവസ്ഥ. ശരിക്കും പല സ്ഥലങ്ങളിലും ഈ മിസൈൽ വീണ് പൊട്ടിത്തെറിച്ച് അവിടെയൊക്കെ തീ ആളി കത്തുന്ന രംഗങ്ങളൊക്കെ നമുക്ക് വീഡിയോസിൽ, പല വീഡിയോ ഫുട്ടേജിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ കോമഡി എന്താണെന്ന് പറഞ്ഞാൽ ഉക്രൈന്റെ ഉള്ളിലുള്ള കുറേ യുവാക്കൾ ഇവര് റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് മടിച്ചിട്ട് ഇവര് യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല. ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, മിലിറ്ററിയിൽ പണിയെടുക്കാൻ താല്പര്യമില്ല, രാജ്യത്തിന് വേണ്ടി പൊരുതാനും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പണ്ടേ നാട് കടന്ന ആൾക്കാരാണ്. അതായത് അഭയാർത്ഥികളായിട്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പോയി താമസിക്കുകയാണ്. ഉക്രൈനിൽ നിന്ന് പോകുമ്പോഴത്തേക്കും അഭയാർത്ഥികളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏറ്റെടുക്കാതെ വേറെ നിവൃത്തിയില്ല. ആ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒട്ടാകെ ഈ ഉക്രൈനിന്റെ
അഭയാർത്ഥികളുണ്ട്, അവർക്ക് ചെറിയ തോതിലുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സർവൈവലിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇവന്മാർ പോയി സുഖിച്ച് അങ്ങനെ ആഹാരം കഴിച്ച് ജീവിക്കുകയാണ്. യൂറോപ്യന്റെ ടാക്സ് മണിയിലാണ് ഇവരുടെ ചെല്ലും ചെലവൊക്കെ കഴിഞ്ഞു കൂടുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ക്രിസ്മസിനെ ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് പരമാവധി യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവര് ഒരുമിച്ച് ഈ ഉക്രൈൻ റെഫ്യൂജികൾക്ക് ബസ് സർവീസ്, എവിടെ ഉക്രൈനിലേക്ക് നിങ്ങൾ എന്തായാലും ക്രിസ്മസ് അവധിയൊക്കെ അല്ലേ, നിങ്ങൾ പോയിട്ട് കുടുംബമായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് വരൂ എന്നുള്ള രീതിയിൽ ബസ് സർവീസ്, ഫ്രീ ബസ് സർവീസ്, നല്ല വോൾവോ ബസ്സൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റായിട്ട് ഇവരെ കയറ്റി അയക്കുകയാണ്. ഇവരൊക്കെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് ഉക്രൈനിലേക്ക് വരികയാണ്. ആ സാഹചര്യത്തിൽ ഉക്രൈനിൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവരെ, അതായത് ഈ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുന്ന ഈ യുവാക്കളെ ടാർഗറ്റ് ചെയ്ത് ഉക്രൈന്റെ ആർമി ഓടിത്തിരിഞ്ഞ് ഇവരെ വിരട്ടി പിടിക്കുകയാണ്. എന്തിനാണ്? ഫോഴ്സ്ഫുള്ളി ഇവരെ ആർമിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. റഷ്യക്കെതിരെ ഇവിടെ യുദ്ധം ചെയ്യാൻ ആൾക്കാരില്ല, മര്യാദയ്ക്ക് വന്ന് ജോയിൻ ചെയ്യുന്നു പറഞ്ഞിട്ട് യുവമാരെയൊക്കെ ഓടി നടന്ന് വിരട്ടി പിടിക്കുകയാണ്. ഇൻഡയറക്ട്ലി ഇതിനകത്ത് പ്ലാൻ ഉണ്ട്. അതായത് ഉക്രൈനിലെ സെലൻസ്കിയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ പ്ലാൻ ചെയ്താണ് ഈ ട്രാപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എലിക്കണിയാണ്. എലിക്കണി എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ പേരിൽ യുവമാരെ ഇങ്ങോട്ട് അയച്ചു വെക്ക്, ഞാൻ അവരെയൊക്കെ പിടിച്ച് ആർമിയിൽ ചേർത്തോളാം, അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞാൻ സ്വീകരിച്ചോളാം എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് പെട്ടത് ഈ റെഫ്യൂജികളായിട്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി താമസിച്ച് ആരൊക്കെ ഇപ്പൊ മടങ്ങി വന്നോ ഉക്രൈനിൽ, അവരൊക്കെ ഇപ്പൊ അബദ്ധത്തിൽ പെട്ടിരിക്കുകയാണ്. അതാണ് സംഭവം, കെണിയിൽ വീണിരിക്കുകയാണ്. അപ്പം പുടിൻ കൃത്യമായിട്ട് ഇതിനെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതായത് ഇവന്മാര് ഇങ്ങനെ അവധി വാങ്ങിച്ചിട്ട് 10 ദിവസം കൊണ്ട് യൂറോപ്പിലുള്ള ആൾക്കാരെയൊക്കെ അവധിയാണ്, യുദ്ധം നിർത്തി 10 ദിവസം സീസ് ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്പിലെമ്പാടും ഇങ്ങനെ വിഘടിച്ച് കിടക്കുന്ന ഈ ഉക്രൈനിയൻ യങ്സ്റ്റേഴ്സിനെ ഇവര് ഉക്രൈനിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവരുടെ ആർമി ശക്തിപ്പെടുത്തും, എന്നിട്ട് റഷ്യക്കെതിരെ തിരിച്ചടിക്കും. അപ്പം ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ തീരുമാനം എടുത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും സംഗതി നല്ല ജോറായിട്ടുണ്ട്. ഇനി ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ബംഗ്ലാദേശിൽ പുതിയതായിട്ട് ഈ താരിഖ് റഹ്മാൻ അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ടായിരുന്നല്ലോ, അതായത് ഈ BNP പാർട്ടിയുടെ നേതാവ്. ഈ BNP പാർട്ടിയുടെ നേതാവ് ഇന്നലെ ഭയങ്കരമായിട്ട് ഈ ഇന്ത്യക്കെതിരെ ആയിക്കോട്ടെ അതേപോലെ പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അയാൾ ഇച്ചിരി നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. കാരണം ഇപ്പൊ ഇവിടെ 3 പാർട്ടികളാണ് ഇവിടെ ഉള്ളത്. 3 പാർട്ടികളാണ് ഇപ്പം ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം റെഡിയാകുന്നത്. അപ്പൊ അതില് യൂനസ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫെയർ ഇലക്ഷൻ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പാർട്ടികൾ ഏതൊക്കെയാണ്? NCP, BNP, പിന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി. ഇവരാണ് ഇതിനകത്ത് 3 കൂട്ടർ. ഇപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ NCPക്കാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പം കൃത്യമായിട്ട് NCPക്കും ജമാഅത്ത് ഇസ്ലാമിനും ഒരേ നിലപാടാണ്, ആന്റി ഇന്ത്യക്കെതിരെയുള്ള നിലപാടാണ് അവർ പറയുന്നത്. അപ്പം ഈ BNPയും കൂടി ആന്റി ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? 3 പാർട്ടികൾക്കും ഒരേ നിലപാട്. അപ്പൊ എങ്ങനെയാണ് ഇത് ശരിയാവുക? അപ്പൊ ഇതൊരു ഫെയർ ഇലക്ഷന് ശരിയായ നടപടിയല്ല എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം കാളിദാസിയായുടെ ഉപദേശം സ്വീകരിച്ചോന്നും നമുക്കറിയില്ല. അതേ സാഹചര്യത്തിൽ ഈ താരിഖ് റഹ്മാൻ ശരിക്കും UK പാകിസ്ഥാനി ബാക്കപ്പ് നല്ല രീതിയിലുണ്ട് ഈ താരിഖ് റഹ്മാൻ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. UK നിന്നും പുള്ളിക്കാരൻ വന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാനിയുടെ ബാക്കപ്പ് നല്ല രീതിയിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം UK എന്ന് പറഞ്ഞാൽ തന്നെ പാകിസ്ഥാനാണ്. അപ്പൊ ആ രീതിയിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനികളുടെ ബാക്കപ്പ് ഇയാളുടെ പുറകിലുണ്ട്. അപ്പൊ അതായത് ഇയാൾ വിജയിച്ച് വന്നാലും പാകിസ്ഥാനുമായിട്ട് ചേർന്ന് പോകാനായിരിക്കും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഇനി താരിഖ് റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് പല മതങ്ങളിൽപ്പെട്ട ആൾക്കാരും ഒരുമിച്ച് താമസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ബംഗ്ലാദേശാണ് നമുക്ക് വേണ്ടത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് താരിഖ് റഹ്മാൻ ഇന്നലെ പറഞ്ഞു വെച്ചത്. അപ്പൊ അതൊരു സൈഡിലിരിക്കട്ടെ. ഇനി ഈ താരിഖ് റഹ്മാനെ തന്നെ നല്ല രീതിയിലുള്ള ഭീഷണിയുണ്ട്. താരിഖ് റഹ്മാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയ രംഗമുണ്ടല്ലോ, ആ ബസ്സിനെ ചുറ്റി നല്ല രീതിയിലുള്ള ബറ്റാലിയൻ ഫോഴ്സ് അത്ര പ്രൊട്ടക്ഷൻ കൊടുത്താണ് പുള്ളിയെ കൊണ്ടുപോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവന് ഭീഷണിയുണ്ട്, ആര് വേണമെങ്കിലും തട്ടാം. അപ്പം ആര് വേണമെങ്കിലും തട്ടാം എന്ന് പറയുന്നതിനേക്കാളും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാൻ പറ്റും, NCP പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ ഈ BNPയുടെ നേതാവിനെ തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ NCP പാർട്ടിയിൽ നിന്ന് ഇന്ന് പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ താരിഖ് റഹ്മാന്റെ ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്ന ഉടനെ മുഹമ്മദ് യൂനസ് ശരിക്കും പറഞ്ഞാൽ ഈ താരിഖ് റഹ്മാനെ അനുകൂലിക്കുന്നതായിട്ടുള്ള ഒരു ആശങ്ക ഈ NCP പാർട്ടി, ഈ സ്റ്റുഡൻസ് പാർട്ടിക്കുണ്ട്, ഈ ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്റ്റുഡൻസ് പാർട്ടിക്കുണ്ട്. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ വരുന്നത്. ഇപ്പൊ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം, ഈ NCP പാർട്ടിയിലുള്ള ആൾക്കാരും കൊല്ലപ്പെടുന്നുണ്ട്. അതേപോലെ ഇപ്പം ഒസ്മാൻ ഹാദി NCP പാർട്ടിയിലുള്ള ആളാണ്. അതേസമയം BNP പാർട്ടിയിലുള്ള ആൾക്കാരും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം അവർ പാരമ്പര്യമായിട്ട് തീവ്രവാദികളാണ്, കൊലപാതകങ്ങളൊക്കെ നടപ്പിലാക്കുന്നതാണ് അവർ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് NCPക്കും ഭീഷണിയുണ്ട്, BNPക്കും ഭീഷണിയുണ്ട്. അപ്പം ഇയാൾക്കെതിരെ നല്ല രീതിയിലുള്ള വധഭീഷണി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആരാണ്? ഈ താരിഖ് റഹ്മാനെതിരെ. അപ്പൊ അയാൾ സർവൈവ് ചെയ്ത് ഇലക്ഷനിൽ മത്സരിച്ച് ഫെയർ ഇലക്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് വിജയിച്ച് വന്നു കഴിഞ്ഞാൽ അഭിനന്ദനം അറിയിക്കാം. അത്രമാത്രമേ പറയാനുള്ളൂ. അതിനു മുമ്പ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനി വേറൊരു ടീമുണ്ട്. വേറൊരു ടീം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ 11 പേരെ ISI, പാകിസ്ഥാന്റെ ISIയുടെ ട്രെയിനിങ് നേടിയ, ഭീകരവാദികളായിട്ട് ഹയർ ചെയ്യപ്പെട്ട് പാകിസ്ഥാന്റെ ആർമിയിൽ ട്രെയിനിങ് നേടി ISIയുടെ നേതൃത്വത്തിൽപ്പെട്ട 11 പേരെ ബംഗ്ലാദേശിലേക്ക് അയച്ചു വെച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലേക്ക് അയച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കാനാണ്. അതായത് ബംഗ്ലാദേശിൽ ആന്റി ഇന്ത്യ ക്യാമ്പയിൻ നടത്താനും
അതിലൂടെ ഈ ഘോര മൈക്കിൽ വന്നിട്ട് പ്രസംഗിക്കുന്നില്ലേ ചെറിയ ചെറിയ ചെറുക്കന്മാർ, ഇവരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഫിയുള്ള കസൂരിയുടെ നേതൃത്വത്തിൽ ജയ്ഷ് ആൻഡ് ലഷ്കർ ഈ 2 സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇവിടെ നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിൻ ഒന്നുമല്ല, ഇന്ത്യക്കുള്ളിൽ പ്രത്യേകിച്ച് 3 സ്റ്റേറ്റുകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അസം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ. ഈ 3 സ്റ്റേറ്റുകളുടെ ഉള്ളിൽ ഡൽഹി മാതൃകയിലുള്ള പൊട്ടിത്തെറി നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടന്ന് ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ഇന്ത്യക്കുള്ളിൽ ഇത് നടത്തണം എന്നുള്ളതാണ് ഇവന്മാരുടെ ടാസ്ക്. ഈ ടാസ്കിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുകയാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ. ഇത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും ABT ബംഗ്ല എന്ന് പറഞ്ഞ ഈ 2 സംഘടനകളും കൂടി ചേർന്നാണ് ഈ ഒരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഈ LETയും അതേപോലെ ജയ്ഷും വിജയകരമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഇന്ത്യൻ ഇന്റലിജൻസ് വിവരങ്ങളാണ്. അപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ സർവൈലൻസ് ശക്തിപ്പെടുത്തുകയാണ് ബംഗ്ലാദേശിന്റെ ആ ഒരു ബോർഡറിൽ. കാരണം ഇനി ഒരു 1 മന്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് ബംഗ്ലാദേശിനുള്ളിൽ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ, പക്ഷേ ഇന്ത്യക്ക് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് ഇന്ത്യ കരുതുന്നുണ്ട്. യുദ്ധം ചെയ്യാതെ തന്നെ ബംഗ്ലാദേശിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് നല്ലതെന്നാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. പക്ഷേ അതേസമയം നമുക്ക് നമ്മളുടെ എല്ലാ ഫോക്കസും, ഇന്ത്യയുടെ എല്ലാ ഫോക്കസും ബംഗ്ലാദേശ് ബോർഡറിലേക്ക് നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പുറത്ത് പാകിസ്ഥാന്റെ ബോർഡറിൽ നമുക്ക് പണി തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിനെതിരെയാണ് രാജസ്ഥാൻ മേഖലയിൽ 6 ഏരിയകളിൽ ഇന്ത്യയുടെ എയർബേസ്, പെർമനന്റ് എയർബേസ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ. അവിടെ നിന്ന് കൃത്യമായിട്ട് നമുക്ക് പാകിസ്ഥാന്റെ എൻറ്റയർ ബോർഡർ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഏത് ത്രെട്ട് വന്നാലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഇന്ത്യ. ഇതാണ് നിലവിലെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ബോർഡർ സെക്യൂരിറ്റി വിഷയത്തിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ്. ഇനി ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 18,000 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവാമി ലീഗ് പാർട്ടിയിൽപ്പെട്ട പാർട്ടി നേതാക്കൾ, അതിന്റെ ലോവർ ലെവലിലുള്ള ലീഡേഴ്സ്, ലോക്കൽ യൂണിറ്റിന്റെ പ്രവർത്തകർ, ഇങ്ങനെ 18,000 പേരെ യൂനസ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ യൂനസ് വന്നിട്ട് തീവ്രവാദികളായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന 600ഓളം ആൾക്കാരെ യൂനസ് മോചിപ്പിച്ചിട്ടുണ്ട്. ഈ മോചിപ്പിച്ച ആൾക്കാരെല്ലാം ഇപ്പം നല്ല മനുഷ്യരും, ഈ മോചിപ്പിച്ച ആൾക്കാരെല്ലാം ഇപ്പം അവരൊക്കെ പല സംഘടനകളിലും പല പൊളിറ്റിക്കൽ പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ നല്ലവരും. ഇതിനു മുമ്പ് പുറത്തുണ്ടായിരുന്ന അവാമി ലീഗ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന എല്ലാ പ്രവർത്തകരെയും പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുക. 18,000 അവാമി ലീഗ് പ്രവർത്തകരെ തടങ്കലിൽ പാർപ്പിച്ചുകൊണ്ട് ഈ അവാമി ലീഗ് പാർട്ടിയെ ഒരു തീവ്രവാദ പാർട്ടിയായിട്ട് മുദ്ര കുത്തിക്കൊണ്ട് ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല, അതിനുള്ള റൈറ്റ് ഇല്ല, നിങ്ങൾ ഇൻഎലിജിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ്? ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റത്തില്ല, നിങ്ങളൊരു ഭീകര പാർട്ടിയാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം. ആ രീതിയിലേക്ക് മാറ്റി ഇപ്പം ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ്. അതായത് നമ്മൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അവാമി ലീഗ് പാർട്ടിയെ മത്സരിക്കാൻ വിടില്ല എന്നുള്ളത്. പല കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ട്രംപിന്റെ അടുത്ത മണ്ടൻ തീരുമാനങ്ങളിൽ ഒരു തീരുമാനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ H1B വിസ 3 മാസത്തേക്ക് അതിന്റെ ഇന്റർവ്യൂ റിന്യൂവൽ, ഈ H1B വിസ റിന്യൂവൽ ഇന്റർവ്യൂ 3 മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച തീരുമാനം. ഇതൊരു മണ്ടൻ തീരുമാനമാണ്. കാരണം വളരെ കീ പ്രൊഫഷണലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല കമ്പനികളുടെയും, അതായത് മെറ്റ പോലത്തെ, ഗൂഗിൾ പോലത്തെ, ആമസോൺ പോലത്തെ, എലോൺ മസ്കിന്റെ കമ്പനികൾ പോലത്തെ പല കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കീ എംപ്ലോയീസ് അവരാണ് ഇന്ത്യയിലേക്ക് വന്നത് വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരൊക്കെ ഇപ്പൊ 3 മാസം അവരൊക്കെ 3 മാസം ഇപ്പൊ ഇന്ത്യയിലേക്ക് തങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? പലർക്കും കമ്പനി വർക്ക് ഫ്രം ഹോം, പലർക്കും കമ്പനികൾ വർക്ക് ഫ്രം ഹോം കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, പല കമ്പനികൾക്കും ട്രംപ് ഒരു പുതിയ ഒരു ഐഡിയ ഇൻപുട്ട് ചെയ്തിരിക്കുകയാണ്. ട്രംപ് മനഃപൂർവ്വം കൊടുത്തതല്ല. ട്രംപ് ഇപ്പൊ വിസയുടെ റിന്യൂവൽ, ഈ വിസ റിന്യൂവൽ ഇങ്ങനെ ലേറ്റ് ആക്കുന്നത് കൊണ്ട് തന്നെ ഈ കീ എംപ്ലോയീസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പണികളുണ്ട്, അത് അവർക്കേ ചെയ്യാൻ കഴിയും. പുതുതായിട്ട് ഒരാളെ പെട്ടെന്ന് ഹയർ ചെയ്ത് ഈ ഒരു ടാസ്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടർ സൈഡിൽ നിലനിൽപ്പുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കമ്പനികൾ ഇപ്പൊ മാറി ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യക്കുള്ളിലുള്ള നമ്മളുടെ ബ്രാഞ്ച് ഓഫീസുകളിൽ ഇവരെ പണിക്ക് വെച്ചുകൂടാ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് അവിടെ തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ലെറ്റ് ദം വർക്ക് ഫ്രം ദെയർ. അവരിപ്പോ ഇതിപ്പോ ഓൺലൈനിൽ തന്നെ ചെയ്യാമല്ലോ. ഇപ്പൊ IT വർക്കുകൾ എന്ന് പറഞ്ഞാൽ പല വർക്കുകളും പ്രോജക്ട് മോഡലാണ്. അപ്പൊ ആ പ്രോജക്റ്റ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാവും, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇതെല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡെഡ് ലൈൻ ഉണ്ടാവും. ആ ഡെഡ് ലൈനിനുള്ളിൽ ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് ഇന്ന ഫയൽ ഫോർമാറ്റ് എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, പ്രോജക്റ്റുകൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് ഒരു വർക്കിന്റെ മോഡലാണ്. ഇതുപോലെ പല പല മോഡലുകളിലുള്ള വർക്കുകളുണ്ട്. ഇപ്പൊ AI വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈഡാർ പ്രോജക്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ഫേസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. അപ്പൊ അങ്ങനെ പല പല പ്രോജക്റ്റുകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രോജക്റ്റുകളൊക്കെ എങ്ങനെയായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇതിപ്പോ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കമ്പനികൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ ഇവരെ ഹയർ ചെയ്ത് പണിയെടുപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. ഇത് അമേരിക്കയിൽ IT ഇൻഡസ്ട്രിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 3 മാസത്തെ ടൈം, ഈ 3 മാസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ലെങ്തി പീരീഡ് ആയിട്ട് മാറുകയാണ്. കാരണം കമ്പനികൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് എംപ്ലോയിക്ക് പണി കൊടുക്കും. അത് എവിടെ വെച്ച് വേണമെങ്കിലും അവർ ജോലി കൊടുക്കും. കാരണം ഇത് IT ആണ്. ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ പണിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇത് അമേരിക്കൻ ടെക് കമ്പനികളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും സർവീസ് ഓറിയന്റഡ് താരിഫ് എല്ലാം കൊണ്ടുവന്നാലായി.
അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാനൊരു കാര്യം പറയുകയാണ്, ഇന്ത്യയെ തടയാൻ കഴിയില്ല, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് പലതവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിച്ചാൽ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ വളർച്ചയെ നിങ്ങളുടെ ചിന്താഗതി കൊണ്ട് തടയാൻ കഴിയില്ല. അത് നിങ്ങൾ ഉറപ്പിച്ചിട്ടോളൂ മനസ്സിൽ. 2035 തന്നെ അതിന്റെ മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ട്രംപിന്റെ ഈ ഒരു H1B വിസ റിന്യൂവൽ പ്രോസസ്സ് ഡിലേ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ശരിക്കും അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുന്ന ഒരു പ്രവൃത്തിയാണ്. ട്രംപ് പല മണ്ടത്തരങ്ങളും കാണിക്കാറുണ്ട്. അതിലൊരു മണ്ടത്തരമാണ് ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ട്രംപ് നൈജീരിയയിൽ 3 ടോമോക്സ് മിസൈൽസ് ഉപയോഗിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇത് പരമാവധി വെസ്റ്റേൺ മീഡിയ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ഈ ടോമോക്സ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഉക്രൈൻ റഷ്യ പൊളിറ്റിക്സ് ഒക്കെ ഇതിന്റെ ഇടയിലുണ്ട്. അപ്പം ഈ ടോമോക്സ് മിസൈൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നൈജീരിയയിൽ നിന്ന് ഫോട്ടോസ് വെളിയിൽ വരുന്നത് ഈ ടോമോക്സ് മിസൈൽസ് 3 എണ്ണവും പൊട്ടിയില്ല എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് മണ്ണിൽ വീണ് കുഴിഞ്ഞവിടെ കിടക്കാണ്. അതിന്റെ ഫൂട്ടേജസ് ഒക്കെ ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ അട്ടർ ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഇതുവരെ നൈജീരിയയുടെ ഉള്ളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പോലും സെൻകോമിന് അറിയില്ല. അതായത് ടാർഗറ്റഡ് മിഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര കാഷ്വാലിറ്റി സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം പോലും ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത ആൾക്കാർക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ നൈജീരിയയുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇട്ട ബോംബൊക്കെ പൊട്ടാതെ അവിടെ കിടക്കാണെന്നാണ് പറയുന്നത്. ഈ ടോമോക്സ് മിസൈലിനെ കുറിച്ചാണ് വലിയ രീതിയിൽ പൊളിറ്റിക്കൽ പ്രാധാന്യത്തോടു കൂടി റഷ്യ ഉക്രൈൻ നെഗോസിയേഷനിൽ ഒരു കീ ഫാക്ടർ ആയിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരേണ്ടതുണ്ട്. ഇനി അവർ ആവർത്തിച്ച് മീറ്റിംഗ് ഒക്കെ വിളിച്ച് പീറ്റർ ഹെക്സെറ്റൊക്കെ വന്നിരുന്ന് വരും വീണ്ടും. അതായത് ഇറാന്റെ മേളിൽ ആക്രമണം നടത്തിയ സമയത്ത് എന്താണോ പറഞ്ഞിരുന്നത് അതേപോലെ ഇനി വലിയ രീതിയിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി തെളിവ് സഹിതം ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പെന്റഗൺ അഥവാ സെൻകോം എത്തിപ്പെടുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവസാനമായിട്ട് ഹെസ്ബുള്ളയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഹെസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഒരിക്കലും ലെബനാൻ ആർമിക്കെതിരെ ഒരു കാലത്തും ഒരു യുദ്ധത്തിന് വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ടാക്ടിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ലെബനാന്റെ ഉള്ളിലാണ് ഇവരുടെ വാസസ്ഥലം. അപ്പൊ പിന്നെ ലെബനാൻ ആർമിക്കെതിരെ ഇവര് പടപൊരുതി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവിടെ സമാധാനത്തിൽ ജീവിക്കുക? ഒരു സൈഡിൽ ഓൾറെഡി ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ലെബനാന്റെ ആർമിക്കെതിരെയും ഇവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലെബനാൻ ആർമിയുടെ സൈഡിൽ നിന്നും അടി വാങ്ങിച്ചു കൂട്ടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഹെസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്. ലെബനാൻ ആർമിക്കെതിരെ ഒരിക്കലും ഒരു കാലത്തും തിരിയില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതേസമയം ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടും അവർ പറയുന്നുണ്ട്. അതിലുപരിയായിട്ട് ഞങ്ങൾ ഡിസാം ചെയ്യില്ല, ആയുധം താഴെ വെക്കില്ല എന്നുള്ളതും കൂടി അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു സ്വപ്നം ആരും കാണേണ്ടതില്ല എന്നാണ് ഹെസ്ബുള്ള പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.